ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വിൻഡോസ് 10-ൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ഡിസേബിൾ ചെയ്യുന്നത് എങ്ങനെ എന്നാണ്. ഇത് പലതരത്തിലും ചെയ്യാം. അതിൽ 2 രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടൈപ്പ് ചെയ്യുന്നതിനായി ദിസ് PC റൈറ്റ് ക്ലിക്ക് ചെയ്ത് മാനേജ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ ലെഫ്റ്റ് സൈഡിൽ സർവീസസ് ആൻഡ് ആപ്ലിക്കേഷൻസ് എന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൻ്റെ ലെഫ്റ്റിൽ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്താൽ സർവീസസ് എന്ന വേറെ ഒരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന മെനുവിൽ നിന്നും വിൻഡോസ് അപ്ഡേറ്റ് തിരഞ്ഞെടുത്ത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ സ്റ്റാർട്ടപ്പ് ടൈപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്, മാനുവൽ, ഡിസേബിൾഡ് എന്നിങ്ങനെ ഓപ്ഷൻ കാണാം. അതിൽ ഡിസേബിൾ ക്ലിക്ക് ചെയ്യുക, അപ്ലൈ കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ക്ലോസ് ചെയ്ത് എന്നിട്ട് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ഓഫ് ആയിരിക്കും. ഇനി വേറെ ഒരു രീതിയിൽ ചെയ്യുന്നത് നോക്കാം. അതിനായി സെർച്ച് വിൻഡോയിൽ REG എഡിറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ മുകളിൽ വരുന്ന റെഗ് എഡിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോയിൽ ഞാൻ ഇത് മുമ്പ് എക്സ്പാൻഡ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഓക്കെ, ഞാൻ ഇത് ഒന്ന് മിനിമൈസ് ചെയ്യട്ടെ. ഓക്കെ, ഇപ്പോൾ എല്ലാം മിനിമൈസ് ആയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ബോക്സിൽ HKey ലോക്കൽ മെഷീൻ ക്ലിക്ക് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുക. പിന്നീട് സോഫ്റ്റ്വെയർ ക്ലിക്ക് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുക. പിന്നെ പോളിസിയിൽ ക്ലിക്ക് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുക. പിന്നെ മൈക്രോസോഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ വിൻഡോസ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് അതിൽ വിൻഡോസ് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ AU ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വലതുഭാഗത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ എടുത്ത് അതിൽ default 32-bit വാല്യൂ കൊടുക്കുക. അപ്പോൾ പുതിയ ഒരു ഐക്കൺ വന്നിട്ടുണ്ടാകും. അതിൻ്റെ നെയിം നോ ഓട്ടോ അപ്ഡേറ്റ് എന്ന നെയിം ആക്കുക. എന്നിട്ട് അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബോക്സിൽ വാല്യൂ ഡാറ്റ 0 ആയിരിക്കും. അത് 1 ആക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. പിന്നീട് ഇതെല്ലാം ക്ലോസ് ചെയ്ത് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ഡിസേബിൾഡ് ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്താൽ മതിയായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.